നമുക്ക് സംബന്ധിച്ചിടത്തോളം ഈ അർജന്റീന ഓസ്ട്രേലിയ മത്സരം നടത്താൻ വേണ്ടിയിട്ട് നവംബർ മാസം 30-ാം തീയതി വരെ അതിൻ്റെ റീവാമ്പ് ചെയ്യുന്നത് അടക്കമുള്ള സംവിധാനത്തിലാണ് ഹാൻഡ് ഓവർ ചെയ്തിട്ടുള്ളത്. അപ്പം നവംബർ മാസം 30-ാം തീയതി കഴിഞ്ഞാൽ സ്റ്റേഡിയം അവർക്ക് തിരിച്ച് ഹാൻഡ് ഓവർ ചെയ്യണം. അതിൻ്റെ അകത്ത് എന്തെങ്കിലും നിർമ്മാണ പ്രവർത്തികളോ അല്ലെങ്കിൽ ഇതിൻ്റെ അപ്ഡേഷനോ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ലെവലിലേക്ക് സ്റ്റേഡിയം ഉയർത്തുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് GCDയുടെ അനുമതിയോട് കൂടിയിട്ട് അവരുടെ എഞ്ചിനീയേഴ്സിൻ്റെ അനുമതിയോടുകൂടി നമ്മൾ നടപ്പിലാക്കുകയാണ് വേണ്ടത്. അതെന്ന് പറയുന്നത് എല്ലാവരുടെയും സപ്പോർട്ട് കൂടി നടപ്പിലാക്കുന്ന ഒരു സംഭവമാണ്. ഈ നവംബർ മാസം 30-ാം തീയതിക്ക് ശേഷം ഇത് നമ്മുടെ കയ്യിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മുടെ എല്ലാ സ്റ്റേഡിയം അതിലേക്ക് അപ്പുറത്തേക്ക് കൊണ്ടുപോകാനായിട്ട് ഉദ്ദേശിച്ചിട്ടില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നവംബർ 30-ാം തീയതിക്കുള്ളിൽ വർക്ക് തീർത്ത് സ്റ്റേഡിയം കളിക്ക് അനുയോജ്യമായ രീതിയിൽ ഹാൻഡ് ഓവർ ചെയ്യാന്നുള്ളതാണ്. 17-ാം തീയതി കളി ഉണ്ടായിരുന്നെങ്കിൽ കളിക്ക് ശേഷം അത് കണ്ടിന്യൂ ചെയ്തേനെ. 17-ാം തീയതിക്ക് ശേഷം കളി ഉണ്ടെങ്കിൽ ആ കളിക്ക് മുൻപ് ഈ വർക്കുകൾ മുഴുവൻ തീർത്ത് നമ്മൾ 17-ാം തീയതി കളി കളിച്ചതിന് ശേഷം നമ്മുടെ കളി കഴിഞ്ഞാൽ അവസാനം അവർക്ക് ഹാൻഡ് ഓവർ ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പോഴത്തെ അജണ്ട എന്ന് പറയുന്നത് നവംബർ മാസം 30-ാം തീയതിക്കുള്ളിൽ ഈ സ്റ്റേഡിയത്തിന് മുഴുവൻ വർക്കും പൂർത്തീകരിച്ച് സ്റ്റേഡിയം ഹാൻഡ് ഓവർ ചെയ്യും. ഇതാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. ഇത് എന്തെങ്കിലും രേഖയുണ്ടായിരുന്നു, MOU എന്തെങ്കിലും ധാരണാപത്രം എന്തെങ്കിലും? നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ അർജന്റീന അസോസിയേഷനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഫുട്ബോൾ കളിയുമായി ബന്ധപ്പെട്ടിട്ട് ഇതൊരു ഗവൺമെൻറ് പ്രൊജക്റ്റാണ്. ഗവൺമെൻറ് പ്രൊജക്റ്റിൻ്റെ അകത്ത് ഞാൻ രണ്ടാമത്തെ സ്പോൺസറാണ്. ആദ്യം ഒരു സ്പോൺസർ ഉണ്ടായിരുന്നു, അവർ പിന്മാറിയതിന് ശേഷം ഞാൻ രണ്ടാമതൊന്ന് സ്പോൺസറാണ്. അപ്പോൾ ആ സംവിധാനത്തിൻ്റെ അകത്ത് ആ സ്പോൺസർ വന്നതിന് ശേഷം ആദ്യം തിരുവനന്തപുരം സ്റ്റേഡിയം തീരുമാനിക്കുന്നു, അത് കഴിഞ്ഞ് കൊച്ചി സ്റ്റേഡിയത്തിലേക്ക് കൊണ്ടുവരുന്നു. തിരുവനന്തപുരം സ്റ്റേഡിയം തീരുമാനിക്കുമ്പോൾ എന്താ, അതൊരു ക്രിക്കറ്റ് സ്റ്റേഡിയം ആണെന്ന് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ടും അതിന് FIFA റാങ്കിങ് കിട്ടാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് കൊച്ചി സ്റ്റേഡിയം തീരുമാനിക്കുന്നത്. കൊച്ചി സ്റ്റേഡിയത്തിന് FIFA അപ്രൂവൽ ഇല്ലാത്തതുകൊണ്ട് FIFA അപ്രൂവൽ കിട്ടുന്നതിന് വേണ്ട നിർമ്മാണ പ്രവർത്തികൾ നടത്തി അത് FIFA ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിലേക്ക് ഉയർത്തണം. അത് ഉയർത്തുക എന്ന് പറയുന്നത് ഈ പറയുന്ന ഒരു മാസം കൊണ്ട് ചിലപ്പോൾ നടന്നോണില്ല എന്ന് ചോദിച്ചപ്പോഴാണ് എന്നോട് ഇത് നടത്താൻ കഴിയുമോ എന്ന് ചോദിക്കുന്നത്. ആ നടത്തിലാക്കാൻ കഴിയുമെന്ന് ചോദിച്ചാൽ നമ്മളത് നടത്തുന്നില്ല. അല്ലാതെ എനിക്കിതിനകത്ത് അജണ്ടയില്ല. ഇപ്പം ഞാൻ വിചാരിക്കുന്നത് ഈ RBC റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി ഇത് നടപ്പിലാക്കിയിട്ട് ഇതിൽ എന്താ ലാഭം കൊയ്യാൻ, അങ്ങനെ ഒരു ലാഭം കൊയ്യാൻ ഉദ്ദേശമില്ല. കാരണം ചില ആൾക്കാർ അങ്ങനെയായിരിക്കും കണ്ടിട്ടുണ്ടാവുക. കേരളത്തിലെ പണം മുടക്കുന്നവരെ മുഴുവൻ ലാഭം കൊയ്യുന്നവരായിട്ടായിരിക്കും കണ്ടിട്ടുണ്ടാവുക. അങ്ങനെ ശൈലിയായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. പക്ഷെ എൻ്റെ മനസ്സിലെന്താണ്, ഞാൻ ഇറങ്ങി തിരിച്ചതിന് വേണ്ടിയിട്ടാണ് കേരളത്തിലൊരു ഇന്റർനാഷണൽ ഫുട്ബോൾ മത്സരം കൊണ്ടുവരണം. കേരളത്തിലെ ഫുട്ബോൾ ഡെവലപ്പ് ചെയ്യണം, സ്പോർട്സ് ഡെവലപ്പ് ചെയ്യണം, ടൂറിസം ഡെവലപ്പ് ചെയ്യണം. അത് തന്നെയാണ് എൻ്റെ ഉദ്ദേശം. ആ ഉദ്ദേശത്തിനോട് ഞാൻ പണം മുടക്കിയിട്ട് എനിക്ക് നഷ്ടം പറ്റാൻ ഞാൻ സഹിച്ചോളാന്ന്. കാരണം കളി നടന്നില്ല, എനിക്ക് വലിയ നഷ്ടം ഉണ്ടാവും. ആ നഷ്ടം ഞാൻ സഹിച്ചോളാം. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരാളുടെയും ഒരു പൈസ ഞാൻ വാങ്ങിയില്ല, ഒരു ടിക്കറ്റ് വിട്ടിട്ടില്ല, ഒരു സാധനം ഞാൻ ചെയ്തിട്ടില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം കൊച്ചി ഇന്റർനാഷണൽ സ്റ്റേഡിയത്തെ ഉയർത്തുക എന്നുള്ളതാണ്. ഈ സ്റ്റേഡിയത്തിൽ എന്തെങ്കിലും വർക്കിന് അപാകത ഉണ്ടെങ്കിൽ നിങ്ങൾ ചൂണ്ടിക്കാണിച്ചോ, അതും കൂടെ ഈ 31-ാം തീയതി തീർക്കും. ഏത് കാര്യത്തിലാണെങ്കിലും. ഇതൊരു